RCMന്റെ മായാ ലോകത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. RCM Business, Right Concept Marketing. ഇത് നമ്മുടെ ഭാരതം. ഒരു കാലത്ത് സമ്പത്തും സമൃദ്ധിക്കും സുപ്രസിദ്ധം. നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മഹാപുരുഷന്മാർ. നമ്മുടെ നാട് രാഷ്ട്രീയപരമായി സ്വതന്ത്രരാണ്. എന്നാൽ സാമ്പത്തിക പരാധീനത ഇന്നും നമ്മെ പിന്തുടരുന്നു. ഇന്നും നമ്മുടെ നാട്ടിൽ ധാരാളം ആൾക്കാർ ഭക്ഷണത്തിനായി അലയുന്നു. നഗ്നത മറയ്ക്കാൻ വസ്ത്രങ്ങളില്ല. തലചായ്ക്കാൻ ഒരിടമില്ല. പല സ്ഥലത്തും സംഘട്ടനങ്ങൾ. വഞ്ചനയും ചതിയും ജനങ്ങളുടെ സ്ഥിര സ്വഭാവമായി. ജനങ്ങളുടെ എതിർപ്പും ജാഥയും ഹർത്താലും. ജനങ്ങൾക്ക് ശരിയായ ഉദ്യോഗമില്ല. ഭീകരത ദൈനംദിനം അധികരിക്കുന്നു. ഇതാണോ നമ്മുടെ ഭാരതം? ഇതാണോ നമ്മുടെ നാട്? ഭാരതത്തിൻ്റെ ഈ അവസ്ഥയിൽ ഒരു മനുഷ്യൻ വളരെയധികം വ്യാകുലനായി. ഈ പരിതസ്ഥിതി എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നിരന്തരമായി അദ്ദേഹം ചിന്തിച്ചു. ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉപഭോക്താക്കളെ ഒരുമിപ്പിച്ച് അവർക്ക് സാമ്പത്തിക ഉന്നമനം നേടിക്കൊടുക്കുന്ന ഒരാശയം ഉദിച്ചു. കൂടുതൽ അതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ നാടിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അദ്ദേഹത്തിന് അതിൽ കാണാൻ കഴിഞ്ഞു. ഏകതയും സാഹോദര്യത്വവും ഇതിൻ്റെ പ്രവർത്തന രീതിയാണ്. സാമ്പത്തിക സമൃദ്ധി ഇതിൻ്റെ നേട്ടമാണ്. നല്ല പ്രവർത്തന പരിതസ്ഥിതിക്ക് ഇത് വഴിയൊരുക്കുന്നു. സാവധാനം അദ്ദേഹം അതിന് വ്യാവസായിക രൂപരേഖ കൊടുത്തു. വളരെ അടുത്ത ചില പ്രമുഖരുമായി അദ്ദേഹം കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവർ അദ്ദേഹത്തിൽ വലിയ ഒരു മാറ്റം കണ്ടു. വെറുമൊരു സാധാരണ വ്യക്തിയുടെ മുഖത്ത് ഒരു അസാധാരണ വ്യക്തിത്വം മിന്നുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞു. കാര്യനിവൃത്തിയുടെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ജ്വലിക്കുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ RCM ബിസിനസ് ജനിച്ചു. ഒരു ഉൽപ്പാദനം, ചെറിയ പ്രവർത്തന മേഖല, കുറച്ചാൾക്കാർ. സാവധാനം കൂട്ടാളികൾ അധികരിക്കാൻ തുടങ്ങി. വിജയത്തിൻ്റെ നേരിയ പാളി കാണാൻ തുടങ്ങി. വിജയത്തിനോടൊപ്പം മുന്നേറുമ്പോൾ പ്രശ്നങ്ങളും ഏറി വന്നു. അദ്ദേഹത്തിൻ്റെ വിചാരം ആളുകളിലേക്ക് എത്തിക്കാൻ കഠിനമായി പ്രവർത്തിക്കേണ്ടി വന്നു. പക്ഷേ അദ്ദേഹം പിന്തിരിയാൻ കൂട്ടാക്കിയില്ല. ഓരോ പ്രശ്നങ്ങളെയും കഠിന പ്രവർത്തനത്തിലൂടെ അദ്ദേഹം നേരിട്ടു. ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് ഭാരതത്തിൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന സ്വപ്നം പൂവണിയുന്നത് കാണാൻ കഴിഞ്ഞു. ഒരു കാരണവശാലും ഇത് നഷ്ടപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. ഉൽപ്പാദകരുടെ സംഖ്യ ക്രമേണ കൂടി വന്നു. ഒരു ഉൽപ്പാദനത്തിൽ നിന്നും ആരംഭിച്ച ഈ യാത്ര ഇന്ന് ഉന്നത നിലവാരം പുലർത്തുന്ന വ്യത്യസ്ത തരത്തിലുള്ള പല ഉൽപ്പന്നങ്ങളായി. ഇന്ന് ജനങ്ങൾക്ക് കൂടുതൽ വരുമാനത്തിന് ഇത് വഴിയൊരുക്കുന്നു. ഇന്ന് ഈ ഉൽപ്പന്നങ്ങൾ 600-ലും അധികമായിരിക്കും. ദൈനംദിനം ഉൽപ്പന്നങ്ങൾ ഏറിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ നാം ഉപയോഗിക്കുന്ന ഏതാണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് FMCG ഉൽപ്പന്നങ്ങൾ, ഓറൽ കെയർ, ഹെയർ കെയർ, കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ, ഡിറ്റർജൻറ്റ്സ്, ടോയ്ലറ്ററീസ്, ധൂപ്, അഗർബത്തി, അതുപോലെ എയർ ഫ്രഷ്നേഴ്സ്, ഡയപ്പേഴ്സ്, അതുപോലെ സാനിറ്ററി പാഡ്സ്. ഭക്ഷണപദാർത്ഥങ്ങളിൽ മസാല, മിഠായി, മിക്സ്ചേഴ്സ്, ചായ, കോഫി,
ബിസ്ക്കറ്റ്സ്, അതുപോലെ കാൻഡീസ്, അച്ചാർ, സോഫ്റ്റ് ഡ്രിങ്ക്, മറ്റ് ആരോഗ്യവർദ്ധന ഉൽപ്പന്നങ്ങൾ, മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളും, ആയുർവേദിക് ഉൽപ്പന്നങ്ങൾ, അതുപോലെ ജെൻസ് ഗാർമെൻറ്റ്സ്, കിഡ്സ് ഗാർമെൻറ്റ്സ്, സാരി, സൽവാർ സ്യൂട്ട്സ്, അതുപോലെ വീട്ടലങ്കാരത്തിന് വേണ്ട ഉൽപ്പന്നങ്ങൾ, സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ, വീട്ടിലുപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ലേഡീസ് ആക്സസറീസ്, ജെൻസ് ആക്സസറീസ്, ലേഡീസ് ഹോസറീസ്, ജെൻസ് ഹോസറീസ്, ലേഡീസ് ഫുട്വെയർ, ജെൻസ് ഫുട്വെയർ, കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ, അതായത് വുളൻ വെയർ, റെയിൻ വെയർ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, അതായത് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പ്രിന്റർ, ഇൻവെർട്ടേഴ്സ്, മൊബൈൽ ഹാൻഡ്സെറ്റ്സ്, സീലിംഗ് ഫാൻസ്, മറ്റു പല ഉൽപ്പന്നങ്ങളും ഇതിൽ പങ്കുചേരുന്നു. അതായത് ടാറ്റ ഇൻഡിക്കോം, മോട്ടറോള, സാംസങ്, എപ്സൺ, വിപ്രോ, നൈലോൺസ്, ജിനസ്. RCM ബിസിനസ്സിലുള്ള ഉൽപ്പന്നങ്ങളുടെ ശരിയായ വിതരണത്തിനായി രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും RCM ഡിപ്പോ തുറന്നു. ഇന്ന് കമ്പനിയുടെ 80-ന് മേൽ ഡിപ്പോ പ്രവർത്തിക്കുന്നു. രാജ്യത്തിൻ്റെ നാനാഭാഗത്തേക്കും ഉൽപ്പന്നങ്ങൾ എത്തിക്കാനായി RCM PUC പ്രവർത്തിക്കുന്നു. ഇത് 4000-ലും അധികമുണ്ട്. വിതരണ കേന്ദ്രങ്ങൾക്ക് പിന്നീട് RCM ബസാറായും RCM ഷോപ്പിംഗ് പോയിൻ്റായും രൂപപ്പെടുത്തി. ഇന്ന് ഏതാണ്ട് 450-ൽ പരം RCM ബസാറുകളും അതുപോലെ 500-ൽ പരം RCM ഷോപ്പിംഗ് പോയിൻറ്റും പ്രവർത്തിക്കുന്നു. ഭാവിയിൽ വിതരണ കേന്ദ്രങ്ങൾ RCM മെഗാമാർട്ട് എന്ന് രൂപകൽപ്പന ചെയ്യപ്പെടും. ഉപഭോക്താക്കൾക്ക് ഉന്നത നിലവാരം പുലർത്തുന്ന ഉൽപ്പന്നങ്ങൾ ലഭിക്കാനും വില നിയന്ത്രണത്തിനായും ആവശ്യ പൂർത്തീകരണത്തിനായും ഉൽപ്പാദക കേന്ദ്രങ്ങളുടെ ക്ഷമത വർദ്ധിപ്പിക്കാനും RCM ഗ്രൂപ്പ് നിറയെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു. തുണി നിർമ്മാണത്തിൽ അത്യാധുനിക ടെക്നിക്കുള്ള എയർജെറ്റ് മെഷീൻസാണ് സ്ഥാപിച്ചിരിക്കുന്നത്. വളരെ പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ മെഷീനുകൾക്കുള്ളത്. ഗുണനിലവാരം കൂടുതലുള്ള തുണി ഉൽപ്പാദിപ്പിക്കുവാൻ ഇത് വളരെയധികം ഉപകരിക്കുന്നു. ഏതാണ്ട് 2 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റിൽ സ്ഥാപിതമായ കമ്പനിയിൽ 2 കോടിയോളം മീറ്റർ തുണി ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. തുണികൾക്ക് കൂടുതൽ തിളക്കവും ഈടും കിട്ടാനായി അത്യാധുനിക മെഷീനുകൾ ഉള്ള പ്രോസസ്സിംഗ് യൂണിറ്റ്സ് സ്ഥാപിച്ചിരിക്കുന്നു. ഏതാണ്ട് 5 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റിൽ സ്ഥാപിതമായ ഈ കമ്പനിയിൽ നിന്നും 3 കോടിയോളം മീറ്റർ തുണി ഓരോ വർഷവും ഫിനിഷ് ചെയ്യപ്പെടുന്നു. ഉന്നത നിലവാരം പുലർത്തുന്ന മസാല, മിക്സ്ചേഴ്സ്, സ്വീറ്റ്സ്, ചായ തുടങ്ങിയ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഉൽപ്പന്നങ്ങളുടെ ശുദ്ധിയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 22,000 ടൺ വാർഷിക ഉൽപ്പാദകക്ഷമത ഈ കമ്പനിക്കുണ്ട്. റെഡിമെയ്ഡ്സിന് വേണ്ടി ആധുനിക രീതിയിലുള്ള കട്ടിംഗ്, സ്റ്റിച്ചിങ് കൂടാതെ ഫിനിഷിംഗ് മെഷീൻസ് സ്ഥാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് 300ഓളം വിവിധ FMCG ഉൽപ്പന്നങ്ങളും 100ഓളം ആയുർവേദിക് ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുവാനുള്ള ക്ഷമത കമ്പനിക്കുണ്ട്. ഉത്തരാഞ്ചലിലെ റൂർക്കിയിലും ഹിമാചൽ പ്രദേശിലെ നലഗറിലും കമ്പനി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഈ പ്രവർത്തന കേന്ദ്രങ്ങളെല്ലാം ഏതാണ്ട് 5 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ സ്ഥാപിതമാണ്. പ്ലാസ്റ്റിക് അതുപോലെ ഫുട്വെയർ ഉൽപ്പാദക കേന്ദ്രങ്ങളും റൂർക്കിയിൽ സ്ഥാപിതമാണ്. ഈ കേന്ദ്രങ്ങളുടെ
പ്രവർത്തനക്ഷമത ഏതാണ്ട് ഒരു വർഷം 15,000 ടണ്ണോളം വരും. ഈ പ്രവർത്തന കേന്ദ്രങ്ങളുടെ എണ്ണത്തിലും പ്രവർത്തനക്ഷമതയിലും നിരന്തരമായ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് മുൻപും പിൻപും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരീക്ഷിക്കുന്നതിനായി ഓരോ കമ്പനിയിലും ലബോറട്ടറീസ് സ്ഥാപിച്ചിരിക്കുന്നു. ശരിയായ മേൽനോട്ടത്തിലാണ് ഈ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. RCM വേൾഡ് TCGയുടെ ഡ്രീം പ്രോജക്റ്റ്. ഭിൽവാര രാജസ്ഥാനിൽ ഏതാണ്ട് 17 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന വിശാലമായ ഈ സ്ഥലത്തു നിന്നും ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. ഇതേപ്പറ്റി TCGയുടെ പ്രധാന സ്വപ്നം എന്തെന്നാൽ വരും കാലങ്ങളിലെ പ്രവർത്തകരെ ശരിയായ യോദ്ധാക്കളാക്കുവാനും അവരിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശം ഭാരതം മുഴുവനും എത്തിക്കുകയുമാണ്. കഴിഞ്ഞ 8 കൊല്ലത്തെ പ്രവർത്തനത്തിൽ RCM ബിസിനസ് ഏതാണ്ട് 90 ലക്ഷത്തോളം ജനങ്ങളിലേക്ക് എത്തുകയും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകുകയും ചെയ്തു. സാധാരണക്കാരെ അസാധാരണക്കാരായി മാറ്റി. വരൂ, RCM ബിസിനസ്സിൽ വളർന്നു വരുന്ന ചില താരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് പ്രഹ്ലാദ് റായ് മേഘോങ്ഷി. ചെറിയ ഒരു ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു. ദുരിതപൂർണമായ ജീവിതം. കേവലം 500 രൂപ മാത്രം മാസവരുമാനം. 12 വർഷത്തെ ജോലിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കൈകളിൽ RCM ലഭിച്ചു. ഇന്ന് അദ്ദേഹം RCMൽ വളരെ ഉയർന്ന നിലയിലെത്തി. പണ്ട് മറ്റുള്ളവരോട് ഇടപഴകാൻ പോലും മടിച്ചിരുന്ന ഒരു സാധാരണ വ്യക്തി ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ജീവിക്കുന്നു. ശംഭുനാഥ് യോഗി ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്കൂളിൽ പോകാനായില്ല. ചെറുപ്പത്തിലെ തന്നെ ജീവിക്കാനായി വീടാന്തരം അലഞ്ഞു. കാഠിന്യം നിറഞ്ഞ 22 വർഷത്തെ ജീവിതത്തിനിടയിൽ ചപ്രാസിയായും ഡ്രൈവറായും ജോലി നോക്കുകയുണ്ടായി. ഇതിനിടെ ഒരു നാൾ അദ്ദേഹം RCMൽ ചേരാനിടയായി. നിറഞ്ഞ മനസ്സോടെ അദ്ദേഹം RCMൽ പ്രവർത്തിക്കുകയും ചെറുപ്പത്തിലെ ചിറകൊടിഞ്ഞ സ്വപ്നങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം RCMലെ വലിയ അച്ചീവേഴ്സുകളിൽ ഒരാളായി മാറി. ഇതാണ് ഗോപാൽ കൗശിക്, രാജസ്ഥാനിലെ ജയ്പൂർ നിവാസി. പഠനത്തിന് ശേഷം ഒരു കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറായി പ്രവേശിച്ചു. പിന്നീടെന്നോ RCM ബിസിനസ്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ജോലി രാജിവെച്ച് അദ്ദേഹം RCM ആരംഭിച്ചു. വളരെ നല്ലൊരു നിലയിലെത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ ഒരപകടത്തിൽ അദ്ദേഹത്തിൻ്റെ 2 കാലും നഷ്ടപ്പെട്ടു. ഇത്ര വിപരീതമായ പരിതസ്ഥിതിയിലും അദ്ദേഹം തൻ്റെ ആത്മവിശ്വാസം കൈവിട്ടില്ല. മുൻപ് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി RCMൽ നിന്നും തുടർച്ചയായ വരുമാനം വന്നുകൊണ്ടേയിരുന്നു. RCM ബിസിനസ്സിൻ്റെ ഈ അത്ഭുത ശക്തി മനസ്സിലാക്കി അദ്ദേഹം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ധീരനായ യോദ്ധാവേ സലാം. ഇതാണ് സുരേന്ദർ വട്സ്, ഹരിയാനയിലെ ജിൻ സ്വദേശി. കേബിൾ TV ബിസിനസ്സിലായിരുന്നു അദ്ദേഹം. ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യാനുള്ള അന്വേഷണത്തിലായിരുന്നു അദ്ദേഹം. RCM ബിസിനസ് ലഭിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടു. ഇന്ന് അദ്ദേഹം RCMലെ പ്രധാനികളിൽ ഒരാളായി മാറി. മറ്റെല്ലാ RCM പ്രവർത്തകർക്കും അദ്ദേഹം നല്ല ഒരു മാർഗദർശിയായി. ഇത് മുകേഷ് കൊഠാരി. അദ്ദേഹം ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ചു. പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതത്തിനിടെ ഗ്രാജുവേഷൻ വരെ പഠിക്കാനായി. 8 വർഷത്തോളം ഒരു കമ്പനിയിൽ മാർക്കറ്റിങ്ങിൽ ജോലി ചെയ്തു. വെറും 750 രൂപയോളം മാത്രമായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ വേതനം. പിന്നീട് അദ്ദേഹം RCM ബിസിനസ്സിൽ വന്നു. 8 വർഷത്തോളം എല്ലാ പരിതസ്ഥിതിയിലും കഠിനമായ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം മുന്നേറി. ഇന്ന് അദ്ദേഹത്തിനെല്ലാമുണ്ട്: ബംഗ്ലാവ്, കാർ, പൈസ, പേര്, ലക്ഷക്കണക്കിന് ആളുകളുടെ സ്നേഹം. സാധാരണക്കാരിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ
TCG എല്ലാ വിധത്തിലും ശ്രമിച്ചു. വെറുമൊരു വക്താവെന്ന നിലയിൽ മാത്രമല്ല, ഒരു ലേഖകനായും കവിയായും പാട്ടും സംഗീതത്തിലും കൂടാതെ ഒരു ട്രെയിനറായും എല്ലാവിധത്തിലും ഉത്കൃഷ്ടത അദ്ദേഹം പ്രദർശിപ്പിച്ചു. എവിടെ അദ്ദേഹത്തിൻ്റെ സംഗീതം മനസ്സിനെ പിടിച്ചടക്കുന്നുവോ അവിടെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ജനങ്ങളെ നയിക്കുന്നു. അദ്ദേഹം എഴുതിയ ചുനോത്തിയോ സെ മുക്കാബല പ്രവർത്തകരെ കൂടുതൽ ശക്തരാക്കി. ജീവൻ എ ഖോജ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രവർത്തകരെ ശക്തരായി മുന്നേറുവാൻ സഹായിച്ചു. നേരായ മാർഗത്തിലൂടെയുള്ള നല്ല ഒരു ജീവിതത്തിന് ഇതിലും നല്ല ഒരു പുസ്തകം വേറെയില്ല. ഇത്രമാത്രമല്ല, പ്രവർത്തനത്തിന് കൂടുതൽ ക്ഷമത നേടാനായി RCM അക്കാഡമി സ്ഥാപിതമായി. ഇതിലൂടെ RCM കുടുംബത്തിലെ എല്ലാ പ്രവർത്തകർക്കും നേട്ടം കൈവരിക്കാനാവും. RCMലെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനാവും. ബിസിനസ്സിനോടൊപ്പം ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്ന ആധ്യാത്മികതയും ചർച്ച ചെയ്യപ്പെടുന്നു. RCM ബിസിനസ് വെറുമൊരു ബിസിനസ്സായി മാത്രം കാണാതെ ജീവിതത്തെ ഉത്കൃഷ്ടമാക്കുവാനുള്ള ഒരവസരമായി കാണുക. ജീവിതത്തിന് കൂടുതൽ മൂല്യം നൽകുന്ന ബിസിനസ്സാണിത്. പരസ്പരം സ്നേഹത്തിലൂടെ മുന്നേറാവുന്ന ഒരു ബിസിനസ്. ഏകതയും സാഹോദര്യത്വവും ഈ ബിസിനസ്സിൻ്റെ പ്രധാന ഘടകങ്ങളാണ്. ഈ ബിസിനസ്സിൽ വന്ന പലരും സ്വയമേ അവരുടെ ദുശീലങ്ങൾ ഒഴിവാക്കുന്നു. നല്ല ശീലങ്ങൾ അവരുടെ സ്വഭാവമായി മാറുന്നു. RCM ബിസിനസ് കേവലം പണം മാത്രമല്ല നൽകുന്നത്, സ്നേഹം, പേര്, ദേശസേവയ്ക്ക് അവസരം, സുരക്ഷ, സന്തോഷം, നല്ല ശീലങ്ങൾ, നല്ല ശിക്ഷണം, അങ്ങനെ പലതും. RCM ബിസിനസ് ഒരു വലിയ കുടുംബമായി ഇന്ത്യ രാജ്യം മുഴുവനും പരക്കാൻ ഇത് തന്നെ കാരണം. ലോകത്ത് വേറെ ഉദാഹരണങ്ങളില്ല. ദൈനംദിനം RCMൻ്റെ ശക്തി കൂടി വരുന്നു. RCM ബിസിനസ് മറ്റെല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉൽപ്പന്നങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉൽപ്പാദകക്ഷമത വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൂടുതൽ ലാഭം ലഭിക്കുവാനുള്ള പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശിക്ഷണം കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കേവലം തയ്യാറെടുപ്പുകൾ മാത്രമാണെന്നാണ് TCGയുടെ അഭിപ്രായം. ഈ ബിസിനസിന്റെ ശരിയായ പ്രവർത്തനം 2011 കൂടി ആരംഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സാമ്പത്തിക സ്വാതന്ത്ര്യം വെറുതെ ഒരു പൊയ്വാക്കല്ല എന്നും നാടിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് അകത്തും പുറത്തുമായി എല്ലാ ദിശയിലും ശക്തമായ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഇത് ഒരു സാധാരണക്കാരന്റെ സ്വപ്നമാണ്. ഇത് സാധാരണക്കാരാൽ തന്നെ പൂർത്തീകരിക്കപ്പെടണം. സാധാരണക്കാരുടെ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്തുന്ന ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന യാത്രയാണിത്. ഹിന്ദുസ്ഥാനിലെ ഓരോ സാധാരണ വ്യക്തിയും തൻ്റെ ജീവിതം സന്തോഷപൂർണ്ണമാക്കുന്നതോടൊപ്പം ഈ ദേശത്തെ വീണ്ടും ഐശ്വര്യപൂരിതമാക്കുകയും ചെയ്യും. എന്തെന്നാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം പൂർണ്ണമാവണമെങ്കിൽ എത്ര വേഗതയിലാണോ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്നും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ ബിസിനസ് ലോകത്തിലെ അതിവിശാലമായ MLM ആയി മാറി. ഇന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ എണ്ണത്തിൽ നമ്പർ 1, ഉൽപ്പന്നങ്ങളുടെ എണ്ണത്തിൽ നമ്പർ 1, വിതരണ കേന്ദ്രങ്ങളുടെ എണ്ണത്തിൽ നമ്പർ 1, വരുമാന വിതരണത്തിൽ നമ്പർ 1, വിജയികളുടെ എണ്ണത്തിൽ നമ്പർ 1. എന്നാൽ TCG പറയുന്നത് സ്വർഗീയ സുന്ദര ഭാരതത്തിൻ നല്ലൊരു നാളേക്കൻ അവതരണം, ഭൂമിയിൽ ഇന്നിതിൻ ആരംഭം, കെട്ടണം കൊട്ടാരം പടിപടിയായി.